മുടിയടി ചാടി മുല്ലപ്പൂ ചൂടി ഇതാ പെണ്ണുങ്ങളുടെ മൊഞ്ച പെണ്ണുങ്ങളുടെ ചങ്ക പെണ്ണുങ്ങളുടെ മൊഞ്ച പെണ്ണുങ്ങളുടെ ശ്രീയേട്ടൻ 37 വയസ്സായിട്ടും ആക്ടർ സ്ട്രോങ്ങിൽ നിൽക്കുന്നവരോ സൈക്കോളജിയിലെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ചലഞ്ച് എന്താന്ന് വെച്ചാൽ നാടൻ പാൽ പായസം കുടി മത്സരം. ഒരു വെറൈറ്റി ചലഞ്ചാണ്. ഇതുവരെ ആരും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്ക് തോന്നില്ലേ? അവരാരും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, അത് നിങ്ങൾ പൊറുക്കണം എന്ന രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങൾ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പം വെറൈറ്റി ഒരു ചലഞ്ച് ചെയ്യണം. അതുപോലെ കമന്റ് വന്നിട്ടുണ്ട് ഇല്ലേ? പാൽപ്പായസം അല്ല, പായസം കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അമ്പലപ്പുഴ പാൽപ്പായസം അല്ല, നമ്മുടെ നാടൻ ആലപ്പുഴയുള്ള തന്നെ. ഞങ്ങൾ ആലപ്പുഴക്കാരാട്ടോ. അപ്പോൾ ആലപ്പുഴയിലുള്ള ഞങ്ങളുടെ നാടൻ സ്റ്റൈലുള്ള അടിപൊളി പാൽപ്പായസം ഇവിടെ ടെസ്റ്റിംഗ് ആയിരുന്നു, ഫുൾ ടെസ്റ്റിംഗ് ആയിരുന്നു. മത്സരത്തിൽ പങ്കെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല. ടെസ്റ്ററാണ് എല്ലാവരും കൂടെ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു വ്യക്തി എനിക്കൊന്ന് 4-5 ഗ്ലാസ് കുടിച്ചപ്പോൾ തന്നെ ഇല്ലേ മത്സരത്തിൽ ഇപ്പം എന്തായി? 2 ഗ്ലാസ് പായസം കുടിച്ചെന്ന് പറഞ്ഞ് പുള്ളി വേണമെങ്കിൽ തോക്കുന്നു പറയില്ലേ? ഭയങ്കര ഈ മത്സരം ഞാൻ ജയിച്ചിരിക്കും. ഇഷ്ടപ്പെട്ടു പായസം ഭയങ്കര ടേസ്റ്റാ. ഒരാഴ്ച വന്ന അവിടെ അല്ല, എനിക്ക് വടിച്ചു കുടിച്ചില്ലേ? ഞാൻ ചെറുതാണ് ടേസ്റ്റ് ചെയ്ത് നോക്കി. അതാ ടേസ്റ്റർ. അടപ്രഥമനാണ് താല്പര്യം. അടപ്രഥമനാണ്. പാൽപ്പായസം വേണ്ട ഇപ്പം വിത്ത് പഴം നിർബന്ധമില്ല. അല്ല, മറ്റേ ബോളികൾ ഉണ്ടായിരുന്നല്ലായിരുന്നു. ബോളി അത് തന്നെ. അതുകൊണ്ട് തൽക്കാലത്ത് ടെസ്റ്റ് ചെയ്യായിരുന്നു. ടെസ്റ്റ് ചെറുതായിട്ട് ഞാൻ മത്സരമായിരിക്കും, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ 2 മിനിറ്റേ ഉള്ളൂ. 2 മിനിറ്റ് വരും. എത്ര ഗ്ലാസ് കുടിക്കുന്നത്? കൈക്കൂട്ട് നമ്മുടെ ശരത്തളേന്റെ അമ്മ ആണോ? നല്ല കൈക്കൂട്ടാ കൂട്ടിയത്. അപ്പോൾ നമ്മുടെ ശരത്തളേന്റെ അമ്മയ്ക്ക് വലിയൊരു നന്ദി കേട്ടോ, അടിപൊളിയായിട്ട് പാൽപ്പായസം വെച്ച് തന്നതിന്. അപ്പോൾ വീണ്ടും പറയുന്നു, ഈ കണ്ടന്റ് ആരെങ്കിലും നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, പൊറുക്കുക, മാപ്പാക്കുക. ഓക്കെ, ഞങ്ങൾ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ദയവായിട്ട് നേരത്തെ സോറി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ചിലപ്പം വന്നിട്ട് സൈബർ അറ്റാക്ക് ഒന്നും ചെയ്യില്ല കേട്ടോ. ഞങ്ങളൊരു ആൾക്കാർ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മത്സരം തുടങ്ങിയാലോ? വെറുതെ സമയം തീർച്ചയായിട്ടും തുടങ്ങാം. ഒരു പവറില്ലല്ലോ. മത്സരം തുടങ്ങാൻ പോവാണ്. കണ്ട് ഈ പാൽപ്പായസത്തിന് ഇടയ്ക്ക് മാറുന്നില്ല പുള്ളി ഇവിടെ തന്നെ പ്രതിഫലമോ താങ്കൾ? എന്താ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക. എന്തോ ഈ മത്സരം ജയിക്കാൻ വേണ്ടി തുടങ്ങിയില്ല. എനിക്ക് വെയിറ്റ് ചെയ്യാവിടെ. ആരാ മത്സരിക്കുന്നത്? ഞാൻ തന്നെ. ആര് പറഞ്ഞു? ഞാൻ നമ്മുടെ രാജേഷലിന് ആദ്യം വിമൽകുമാർ മൂത്ത് നോക്കുമ്പോൾ പുള്ളിയാണ്. രാജേഷനെ പറയുവാണെങ്കിൽ നീ മത്സരിച്ചു. ഓ, ഇത് സ്നേഹമാണ്. ചേട്ടൻ പറഞ്ഞ സഹോദര മാമൻ പറഞ്ഞില്ല. മാമൻ പറഞ്ഞില്ല. അപ്പൊ നമ്മുടെ കിംബോ എത്തിയിട്ടുണ്ട്. വിജയിക്കാൻ വേണ്ടിയില്ലേ? വിജയിക്കുന്നില്ല. എനിക്ക് ഇത് വലിയ എല്ലാത്തിനും 2 മിനിറ്റ് അല്ലേ? 2 മിനിറ്റേ ഉള്ളൂ. 2 മിനിറ്റേ ഉള്ളൂ. രാജേഷനെ പ്രോത്സാഹനം വേണം കേട്ടോ. നമ്മുടെ എല്ലാം വേണം കേട്ടോ. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ പ്രവീൺ അളിയൻ അങ്ങ് എത്തിയിട്ടുണ്ട്.
ഇല്ലേ സ്ഥലം ഈജിപ്ത് അല്ലേ? ഈജിപ്തിലാണ് പുള്ളി ഷിപ്പിൽ കയറിയിട്ടുണ്ട്. ഇനി 6 മാസം കഴിഞ്ഞേ ഉള്ളൂ വരുമോ കേട്ടോ. അപ്പം മിസ് ചെയ്യുന്നത് ഞങ്ങൾ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. പാൽപ്പായസം പുള്ളിയുടെ ഇഷ്ട സാധനമായിരുന്നു. പക്ഷേ പെട്ടെന്ന് പോകേണ്ടി വന്നു. നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു. അപ്പം 2 മിനിറ്റുള്ളിൽ ഏറ്റവും കൂടുതൽ ഗ്ലാസ് കുടിക്കുന്നതായിരിക്കും വിജയ്. ആണ് പാൽപ്പായസം അടിപൊളി പാൽപ്പായസം. എന്തോ മധുരം അറിയാമോ? ഒടുക്കത്തെ മധുരം. നെയ്യൊക്കെ അങ്ങോട്ട് ഇട്ടുണ്ടല്ലോ. ഭയങ്കര ടേസ്റ്റാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കേടികളിയും വെയിറ്റിംഗ് ആണ്. നമുക്ക് എന്തായാലും തുടങ്ങാം. എനിക്കൊന്ന് കേടികളിൽ ഇത് മൊത്തം കുടിക്കും. ഒരു 2-3 ലിറ്ററേലും കുടിക്കും പുള്ളി. സ്റ്റാർട്ട്. പാൽപ്പായസക്കുടി മത്സരം മൊത്തം കുട്ടിക്കണം. നിരവധി അനവധി കല്യാണ വേദികളിൽ പോയി 6-7 തവണ പാൽപ്പായസം കുടിച്ച് തീർക്കുന്ന കേടി കമ്പനി മത്സരിക്കുന്നു. മൂന്നാമത്തെ ക്ലാസ് കേടി. നല്ല ടേസ്റ്റ് ഉണ്ട്. മത്സരമാണ്. കുടിക്കണം പെട്ടെന്ന് ജയിക്കണം. 40 സെക്കൻഡ്. ഒരിലേക്ക് കിടക്കുമ്പോൾ അതെ കേടികളിയൻ 4ാമത്തെ ക്ലാസ് കുടിച്ചുകൊണ്ടിരിക്കുന്നു. 1 മിനിറ്റ് അതെ. എന്ത് പറ്റി? തുടക്കത്തിലെ ആവേശമൊന്നും കാണുന്നില്ലല്ലോ. ഇല്ല കഴിഞ്ഞു. ഈ കപ്പൽ ആരും ഒടിഞ്ഞ് വീണു. ട്രെയിലർ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു പടം പൊളിയാന്ന്. ഞാൻ എപ്പോഴാ പറഞ്ഞല്ലേ ഇപ്പൊ ഇത്ര ഹൈപ്പ് കൊടുക്കരുത് തുടക്കത്തിൽ. 1.5 മിനിറ്റ് 30 സെക്കൻഡ് ഉണ്ട്. അടി അടിപൊളി. വീണ്ടും 3.5 ഗ്ലാസ്. ഒരു മാറ്റമില്ല. 1.5 മിനിറ്റ് പരിപാടി നിർത്തി 3.5 ഗ്ലാസ് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അതിന് ഒരു നാണമില്ല. വിത്ത് കൂളിംഗ് ഗ്ലാസ്. അമ്മാവോ സത്യസന്ധമാകാരല്ലേ പറഞ്ഞത്? എല്ലാ സംഭവം എന്താന്ന് ഞാൻ ഫാൻസുകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ലൂസിഫറിന്റെ ട്രെയിലറും എലോൺ ആയിരുന്നു സിനിമ. ലൂസിഫറിന്റെ ട്രെയിലർ ആയിരുന്നു. നമ്മുടെ 2ാമത് മത്സരിക്കാൻ പറ്റുന്ന നമ്മുടെ നിധിയാണ്. പുള്ളിക്കറിയാം ഈ നമ്മുടെ മധുരമാണ് മെയിൻ അല്ലേ? എല്ലാ ഫാൻസിനും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലേ പാൽപ്പായസം. അപ്പൊ അവർക്ക് അപ്പൊ എന്തായാലും ഈ മത്സരത്തിൽ പുള്ളി ജയിക്കും ഉറപ്പാ. ജയിക്കും. ഫാൻസിനോട് ജയിക്കും. മക്കളാണ് മനോമര നിധിയാണ്. പഞ്ചാര വിറ്റു നടന്നു നിധി. പഞ്ചാര നിധി എന്ന പേര് വന്നു. കൈയടിക്കുക. കഴിയുമ്പോഴത്തേക്കിനും ഇതാ 2 ഗ്ലാസ്. 2ാമത്തെ ഇതാ 47 സെക്കൻഡിനുള്ളിൽ 2 ഗ്ലാസ് കുടിച്ചുകൊണ്ട് ഇനിയുമുണ്ട്. ഞങ്ങൾ നിരവധി അനവധി പേരുകൾ അറിയപ്പെടുന്ന നിധിയായിരിക്കും ഈ തവണ വിജയ്. പഞ്ചാര നിധി എന്നറിയപ്പെടുന്ന കൊച്ചു പഞ്ചാര എന്നറിയപ്പെടുന്ന കൈനിധി മത്സരിക്കുന്നു. കൈനിധി. അതെ മുടിയടിച്ചാടി മുല്ലപ്പൂ ചൂടി ഇതാ പാൽപ്പായസം. മൈ ഫേവറേറ്റ് പാൽപ്പായസം. 20 വീണ്ടും കടന്നെത്തിയിരിക്കുന്നു. 3 4 5 6 7 8 9 10. നമ്മുടെ നിധി 5 ഗ്ലാസ് ഇടാവും. കുറച്ച് വായിലാണെന്ന് കുഴപ്പമില്ല. 5 ഗ്ലാസ് വായി ചോദിച്ചുകൊണ്ട് 5 ഫുള്ള് വായിക്കാത്ത. ഓക്കെ
അടുത്ത നമ്മുടെ കിംബോയ് ആണ് മത്സരിക്കുന്നത്. കിംബോയ്ക്ക് മത്സരത്തിൽ ഊർജം പകരാനായിട്ട് ഞങ്ങൾ ഒരു മനോഹരമായ ഗാനമാണ് ഇവിടെ ആലപിക്കാൻ പോകുന്നത്. ഇതെന്നെ നിരുത്സാഹപ്പെടുത്തുകയാണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്നും എത്തി മത്സരിക്കുന്നു ശൈലാജ് അണ്ണാച്ചി. ഒരു മിനിറ്റ് 2 കൈകളിലും ഗ്ലാസ് ഏന്തിക്കൊണ്ട് നമ്മുടെ കിംബോയ് പാൽപായസം കുടിക്കുകയാണ്. പാൽപായസം തമിഴ്നാട്ടിൽ നിന്ന് കസവുമുണ്ട് ഉടുത്തുകെത്തി ഇളയമാമരസ് കലാനിധി കലൈമാമണി ശൈലാജ് അണ്ണാച്ചി മത്സരിക്കുന്നു. മധുരയിൽ നിന്നും മധുരം കഴിക്കാൻ എത്തി. മധുര പാൽപായസമാണ്. മധുരൈ പാൽപായസം. മധുരയല്ലോ മധുര പാൽപായസം. മതിയോ? എപ്പോ 5 വിജയിക്കുമെന്ന് പറഞ്ഞ് നിധിയെ മറികടന്നിരിക്കുകയാണ് നമ്മുടെ കിംബോയ്. നിധിയെ മറികടന്നിരിക്കുകയാണ്. 6 കഴിഞ്ഞോ? 5 സെക്കൻഡ് കഴിഞ്ഞു. 6 ഗ്ലാസ് കുടിച്ചുകൊണ്ട് ശൈലാജ് അണ്ണാച്ചി. ഞങ്ങളുടെ പാട്ട് കണ്ടായിരുന്നു. സൂപ്പർ. അല്ലെ 2 കൂടെ കുടിച്ചാണ്. വൃത്തിയുടെ പാട്ട് കാരണമാണ് എനിക്ക് കുടിക്കാൻ പറ്റാണ്. ഗെയ്സ് അപ്പൊ ഞാൻ മത്സരിക്കാൻ പോവാണ്. അതെ പാട്ട് വേണ്ട. എനിക്ക് പാട്ട് വേണ്ട. ശ്രീതളിന് നല്ല സൂപ്പർ പാട്ട് നമ്മുടെ കേടികളിലും രാശിയിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. കമ്പോസ് ചെയ്തിട്ട് കേൾക്കാം. ഗോ. ഓ എന്തോ സ്റ്റാർട്ട് 4 ഒരുമിച്ച് എടുത്ത് അത് തന്നെ പെണ്ണുങ്ങളുടെ മൊഞ്ച പെണ്ണുങ്ങളുടെ ചങ്ക പെണ്ണുങ്ങളുടെ മൊഞ്ച പെണ്ണുങ്ങളുടെ ചങ്ക ശ്രീയേട്ടൻ ശ്രീയേട്ടൻ പെണ്ണുങ്ങളുടെ മൊഞ്ച പെണ്ണുങ്ങളുടെ ചങ്ക പെണ്ണുങ്ങളുടെ മൊഞ്ച പെണ്ണുങ്ങളുടെ ശ്രീയേട്ടൻ മുഞ്ച പെണ്ണുങ്ങളുടെ ചങ്ക പെണ്ണുങ്ങളുടെ മുഞ്ച പെണ്ണുങ്ങളുടെ ചങ്ക ശ്രീയേട്ടാ. ഇതാ 1 മിനിറ്റിനുള്ളിൽ 2 ഗ്ലാസ് കുടിച്ച് തീർത്തുകൊണ്ട് ഇതൊന്നും ഒരു പായസമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണുങ്ങളുടെ പെണ്ണുങ്ങളുടെ അതെ 30 സെക്കൻഡ് ബാക്കി. ഇതാ വായിൽ നിറച്ചുകൊണ്ട് പായസ കൊതിയൻ ശ്രീയേട്ടൻ. ഇതാ 51 2 3 4 5 6 7 8 9 കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ 4 ഗ്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 4 ഗ്ലാസ് കംപ്ലീറ്റ്. നന്ദി. അന്നേരം കമ്പോസ് ചെയ്തു, അന്നേരം പാടി. മേലെ പാട്ട് കേസ്. അപ്പം അടുത്തായിട്ട് വന്നിരിക്കും നമ്മുടെ രാശി. ഇത്ര നേരം പാട്ടൊക്കെ പാടി ക്ഷണിച്ചിരിക്കല്ലേ? എല്ലാവർക്കും കമ്പോസ് ചെയ്തു. ഞങ്ങളും തരാറുണ്ടോ? ഇത് സൂപ്പർ പാട്ട് നമ്മൾ ഞങ്ങള് അടിപൊളിയായിട്ട് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് പടത്തിലെ പാരടിയാണ്. എന്തായാലും ഇത് കേട്ട് കഴിഞ്ഞാൽ പുള്ളി ഒരു 4 കപ്പോടെ കൂടുതൽ കുടിക്കും. അമ്മാരി പാട്ടായിരിക്കും. ഗേസ് പുള്ളിയാണ് പേടിച്ചിരിക്കണം. വേർത്ത് കുടിച്ച് പേടിച്ച് ഞങ്ങൾ ഏത് പാട്ടാ പാടുന്ന വെച്ചിട്ട്. Ready, 1 2 3 start. മട്ടി നാടൻ മട്ടി. മുപ്പത്തേഴ് വയസ്സായിട്ടും നിൽക്കുന്നല്ലോ. മട്ടി നാടൻ മട്ടി. 37 വയസ്സായിട്ടും ആക്ടർ സ്ട്രോങ്ങിൽ നിൽക്കുന്നല്ലോ. മട്ടി നാടൻ മട്ടി. തോറ്റാക്കണ്ടോ? മുളക്. ഒരു മിനിറ്റ് 2 ഗ്ലാസ്
2 ഗ്ലാസ് ഒരു മിനിറ്റിൽ രണ്ടാമത്തെ ഗ്ലാസ്സിലേക്ക് നമ്മുടെ രാജശാലിയൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാട്ട് പാടാൻ ആരുമില്ല, ഒരു പാട്ടിട്ട് കൊടുക്കും പുള്ളിക്ക്. പാട്ട് പാടുന്നതുകൊണ്ട് അതിന് തോറ്റെന്ന് പറയും, അങ്ങനെ ഒരു വിഷയമുണ്ട്. ഇല്ല പാടിക്കോളൂ. നാടൻ ഒരു പ്രണയഗാനം കൊടുത്തല്ലോ പുള്ളിക്ക്. ആ, മട്ടിയേട്ടനെന്നും മൂക്കിൻ തുമ്പിലാണ് കോപം, മട്ടിയേട്ടനെന്നും മൂക്കിൻ തുമ്പിലാണ് കോപം, മട്ടിയേട്ടനെന്നും വേണമെങ്കിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ പിള്ളേരെല്ലാം പറയും നമ്മളെല്ലാം കൂടെ ഉപദ്രായിക്കൊണ്ട് 3 ഗ്ലാസ് കുടിച്ചല്ലോ കേട്ടോ. നന്ദോളി 3 ഗ്ലാസ് താഴെ കുടിച്ചു കഴിഞ്ഞാൽ അവനായിരിക്കും പണിഷ്മെന്റ്. അപ്പൊ ഇപ്പൊ പുള്ളിയല്ലേ എന്നെ 1/2 ഗ്ലാസ് നീ ടോപ്പിൽ നിൽക്കും. ഗെയ്സ്, അപ്പോൾ നമ്മുടെ നന്ദോളി അടുത്ത് മത്സരിക്കുന്നത് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇവിടെ എല്ലാവരും പാട്ടോടെ റെഡി ആയിട്ടിരിക്കും. എല്ലാവരും ഓരോ പാട്ടും കൊണ്ട് എല്ലാവരും കിളി മാറിയിരിക്കുകയാണ്. പെട്ടെന്ന് പാടാം. അല്ല പെട്ടെന്ന് പിണങ്ങിയാൽ കൂടെ പിണങ്ങും, അടുത്തൊരു ക്ലാസിക് സോങ് ഒരു വരി. നന്ദുവായാൽ കാന്താരി വേണം കാന്താരിയായാൽ നന്ദു വേണം. ഇത് 50 സെക്കൻഡിലേക്ക് കടക്കുകയാണ്. 50 മൂന്നാമത്തെ ക്ലാസ് ഒരു പാട്ട് വെച്ച് കൊടുക്കൂ. നല്ലൊരു പാട്ട് വെച്ച് കൊടുക്കൂ. കല്ലുമാലക്കാതിൽ കമ്മലില്ലേലും നന്ദുവേട്ട, കല്ലുമാലക്കാതിൽ പെണ്ണുങ്ങടെ ഏട്ടനാകും നമ്മുടെ നന്ദുവേട്ടൻ. നീ വാ നന്ദുവേട്ട, കാന്താരി നീ വാ നന്ദുവേട്ട, നീ വാ കാന്താരി. കാന്താരി പെണ്ണേ, നന്ദോട്ട് നെഞ്ചിലോട്ട് കത്തിക്കേറാതെ. ഇത് 5 6 7 8 9 കഴിഞ്ഞിരിക്കും. 4 ഗ്ലാസ് കംപ്ലീറ്റ്. മട്ടി 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 ഇന്ന് ഭയങ്കര ഓളമായിരുന്നില്ലേ? പാട്ടൊക്കെ പാടി. അപ്പൊ നമ്മൾ ഇന്നത്തെ ചലഞ്ചിൽ വിജയിച്ചിരിക്കുന്നത് നമ്മുടെ കിംബോയാണ്. എത്ര ഗ്ലാസ് 6 ഗ്ലാസ്സാണ് കുടിച്ചിരിക്കുന്നത്. രാശലേ പണിഷ്മെന്റ് വരുന്നു. താങ്കളാ തോറ്റത്. നിങ്ങൾക്ക് ഇത്ര എനർജി ഒന്നും ഞാൻ തോറ്റെങ്കിലും നിങ്ങൾ ഞങ്ങൾ പാടില്ലേ? ഞങ്ങൾ വെടിക്കെട്ട് പാടല്ലേ പാടി? ഞാൻ പാടിയൊന്ന് മോശമായിരുന്നു. അതാ ഞാൻ പറഞ്ഞു ഞങ്ങളും പാടിയില്ലേ എന്നാ ചോദിച്ചത്. നിങ്ങളുടെ ചങ്കേ, പെണ്ണുങ്ങളുടെ ചങ്കേ. രക്ഷപ്പെട്ടൊരാളല്ലോ പറയും. രക്ഷപ്പെട്ടൊരാൾ 3 ഗ്ലാസ് കുടിച്ച് പണിഷ്മെന്റ് നേടുന്ന ആളാണ്. പക്ഷേ പുള്ളി ഉള്ളതുകൊണ്ട് സ്ഥിരമായിട്ട് ഞാനല്ലേ ചെയ്യുന്നത്. എന്നൊന്നും ഇപ്പൊ പറ്റാത്തോണ്ട് എനിക്ക് എന്തോ പോലെ. അപ്പൊ നമ്മളെ രാജശാലിയൻ അപ്പൊ രാജശാലിയൻ അത് കൊടുത്തു. ഒരു ഞാൻ വരട്ടെ. ആ ചീരത്തെ കുറച്ച് വെള്ളം ഒഴിക്കോ? ഇച്ചയെ കുറച്ച് ആശ്വാസം ആയിക്കോട്ടെ. സഹായം ആയിക്കോട്ടെ. അപ്പോ നമ്മുടെ രാജശാലി ഇത്രയും നല്ല മനോഹരമായ പാട്ടൊക്കെ പാടി എല്ലാവരും ഞങ്ങളുടെ കൂടെ നിന്നതിന്
ഇന്നൊരു ദിവസം വിട്ടേക്കാം അല്ലേ? ഒന്ന് കൊല വിളിച്ചേന് പാടി ഓ, നീ ഞങ്ങൾ സ്ഥിര വരെയല്ലേ? സ്ഥിര വരെയാ. അപ്പോൾ ഞങ്ങൾ വീണ്ടും പറഞ്ഞു, ഇത് ഈ കണ്ടന്റ് ആരെങ്കിലും നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പാട്ടുകൾ ആരെങ്കിലും നേരത്തെ പാടിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒരു കുഴപ്പമില്ല. ഞങ്ങൾ കണ്ടിട്ട് ആർക്കും ചെയ്യാൻ കേട്ടോ, ഒരു കുഴപ്പമില്ല. ആരും ഒന്ന് തെറി പറത്തില്ല, സന്തോഷമുള്ളൂ. ദയവായിട്ട് നിങ്ങൾ ചെയ്തോട്ടെ. ഒരു ആരെ നോക്കണ്ട, ചെയ്തു പക്കയിട്ട് കേട്ടോ. 37 വയസ്സായിട്ടും ഇഷ്ടപ്പെടുക.